വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ചില സഹനങ്ങൾ അനിവാര്യമാണെന്നും സഹനം ഭീരുത്വത്തിന്റെ അടയാളമല്ല, മറിച്ച് ധീരതയുടെ പ്രതീകമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പാലാ അൽഫോൻസ കോളേജിൽ നടന്ന അൽഫോൻസ ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഓരോ മേഖലകളിലും നമുക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടും അവർ ഈ കുറുക്കുവഴികൾ തേടി പെട്ടെന്ന് പോകുമ്പോഴാണ് ഒരു പ്രശ്നം. നമ്മുടെയൊക്കെ പിള്ളേർ നല്ല മിടുമിടുകനായ പിള്ളേർ, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? ന്യൂസിലൻഡിലെ ഏതോ ഒരു കുഗ്രാമത്തിൽ ഏതോ ഒരു നേഴ്സിംഗ് ഹോമിൽ ഏതോ ഒരു പേരില്ലാത്ത നേഴ്സായി ശിഷ്ടകാലം ജീവിക്കുകയാണ്. കുറേ കാശ് കിട്ടിയിട്ടുണ്ട്, എന്നെ എടുക്കണമെന്ന് അവർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, ഇങ്ങനെ ഒന്ന് പോവുകയാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ അർത്ഥപൂർണമായ തൊഴിലുകൾ ചെയ്തുകൊണ്ട് സമൂഹത്തിന് നല്ല നേതൃത്വം കൊടുക്കാൻ, നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ കഴിവുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ സഹനങ്ങളൊക്കെ എടുക്കും. സമ്മേളനത്തിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു സ്വാഗതം ആശംസിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ജീസസ് യൂത്ത് CSM സംഘടനകളുടെ ഉദ്ഘാടനവും നടന്നു. വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള, മിസ് മഞ്ജു ജോസ്, കോളേജ് ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ, അസിസ്റ്റന്റ് ബർസാർ ഫാദർ ഡോക്ടർ ജോബിൻ സെബാസ്റ്റ്യൻ, CSM കോർഡിനേറ്റർ മിസ് ഷീന സെബാസ്റ്റ്യൻ, സിസ്റ്റർ പ്രിയ ആന്റണി, ജീസസ് യൂത്ത് കോർഡിനേറ്റർമാരായ ആഷ്ലി തോമസ്, സിസ്റ്റർ അൽഫോൻസ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ഗവേഷണ മേഖലകളിൽ പേറ്റന്റുകൾ ഉൾപ്പെടെയുള്ള ഉന്നത നേട്ടങ്ങൾ കൈവരിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. അൽഫോൻസ വാരാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. ഐഫോറിയ ന്യൂസ്, പാലാ.